ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ആൾക്കാരും പല സൈറ്റിലും പണി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പണിക്കാർക്ക് പറ്റുന്ന ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഇവിടുത്തെ ജനല് കാർപ്പൻ്റർ വന്ന് അതിന്റെ ഫ്രെയിം എല്ലാം ചട്ടം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ വന്നപ്പോ ഇതാണ്ടോ, ഇതാണ് ജനല്. അപ്പൊ ഇത് ജനലിന്റെ അകംഭാഗം. അപ്പൊ ഈ നമ്മളെ പാളി വെക്കേണ്ട കൊതച്ചുവെക്ക് വന്നിരിക്കുന്നത് അകത്താണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വരേണ്ടത്. അപ്പൊ ഇതെന്തുകൊണ്ട് അത് പറ്റിയെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇത് ചെയ്ത വർക്ക് പണി ചെയ്ത ആള് സംഭവം ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. കാരണം ജനല് തിരിഞ്ഞുപോയി. ഈ ഭാഗം വെളിയിൽ വരേണ്ടതാണ്, പക്ഷെ അതിപ്പം അകത്തായിപ്പോയി. പക്ഷെ അത് പുള്ളിക്കാരൻ ശ്രദ്ധിച്ചാണില്ല. കാരണം ഞാൻ ഈ ഇത് പണി ചെയ്ത ആളുടെ പേരോ ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഇവരിത് കെട്ടിയിട്ടും ഇത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, പ്ലാസ്റ്ററിങ് ചെയ്തിട്ടും ഇത് ശ്രദ്ധിച്ചില്ല. പെയിന്റ് അടിച്ച് കംപ്ലീറ്റും പൊട്ടിയിട്ടിട്ട് പോലും ഇത് ശ്രദ്ധിച്ചില്ല. കാർപ്പൻ്റർ വന്ന അളവെടുത്തിട്ട് പോലും ഇത് ശ്രദ്ധിച്ചില്ല. അതാണ് എനിക്കൊരു അതിശയം. അപ്പൊ ഇനിയിപ്പോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഇടിച്ച് ചെയ്യുന്നത് പണി കൂടുതലാണ്. കാരണം ഇതൊക്കെ മൊത്തം പൊട്ടിയിട്ടിരിക്കുക. ഇനി ഇടിച്ച് ചെയ്യുന്നത് പണി കൂടുതലാണ്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം, ഇതുപോലൊരു പുതച്ചുവെക്ക് ബാക്കിൽ കൊടുത്ത് റീപ്പർ വല്ലതും വെച്ച് അടിച്ച് ഗ്ലാസ് ഇടാനേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ, ഇനി പാളി വെളിയിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം നമ്മൾ ഈ കാർപ്പൻ്ററിന്റെ വർക്ക് ഞങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡൗട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. പക്ഷെ ഇത് എന്തായാലും ഒരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ല. കാരണം ചിലപ്പം പണിയുടെ വെപ്രാളത്തിൽ ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ ഈ ചില സൈറ്റിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. അതായത് ക്ലയന്റ് ഇന്ന് തീരുമോ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ടെൻഷനായിട്ട് ചെയ്തതായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരിക്കലും ഇതുപോലെ വരത്തില്ല. കാരണം ബാക്കി എല്ലാ ജനലും കറക്റ്റാണ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ജനൽ മാത്രമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ.